ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് മോരുകറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇക്കത് കുമ്പളങ്ങയൊക്കെ നന്നാക്കി തരാമെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാലിമിനെ പഠിപ്പിക്കണമൊക്കെ ഉണ്ട്, കാരണം എക്സാം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹിന്ദിയൊക്കെ അവന് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പഠിത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ തുടങ്ങിയാലാണ് എക്സാമിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പഠിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ദേ ഇവിടെ കഴിഞ്ഞ രാത്രി ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. വേറൊന്നുമല്ല, ചുരക്കക്കറി ഉണ്ടാക്കിയത് ഞാനല്ല ഇക്ക തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇക്ക അങ്ങ് പോയി കിടന്നു. ഞാനാണെങ്കിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാനും വിട്ടുപോയി, ഞാനും പോയി കിടന്നു കേട്ടോ. കുറേയൊക്കെ കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര സ്മെല്ല് വരുന്ന കണ്ടിട്ട് ഞാൻ വെറുതെ അടുക്കളയിൽ ചെന്ന് നോക്കിയ സമയത്ത് നമ്മുടെ കുക്കർ ആകെ കത്തി നശിച്ച് നാശമായിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ കത്തി ആകെ ഇതായി. അപ്പോൾ ഞാൻ രാവിലെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു കരിയൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് കേട്ടോ. നമ്മളങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഒരയ്ക്കുമ്പോൾ നന്നായിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇടിയപ്പത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ വീണ്ടും കട്ടൻ ചായ വെച്ചേക്കാണ്. ഒരു ഡസൻ വെച്ചു കേട്ടോ. അത് ഇക്കായും വാപ്പായും അനിയനും എല്ലാവരും പിള്ളേരൊക്കെ കുടിച്ചു. അപ്പോൾ അടുത്ത ഡസൻ വെച്ചേക്കണെയാണ് ചായ. ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാം. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ 3 ഗ്ലാസ് പൊടി അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഞാൻ ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ആവശ്യാനുസരണം നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇടിയപ്പത്തിൻ്റെ പൊടി നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് അരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ കിട്ടണം, എന്നാലാണ് നന്നായിട്ട് നമുക്ക് ഇടിയപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇക്ക കുമ്പളങ്ങയുടെയൊക്കെ തൊലി കളഞ്ഞ് തന്നിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ പീസാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് പിന്നെ ഇക്ക അവൻ്റെ പുറകെ പോയി. സാധാരണ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് എണീറ്റ് വരാറ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് വന്ന ആൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എണീറ്റ് പോരുമ്പോൾ തന്നെ ആൾ സാധാരണ അറിയും കേട്ടോ. അത്രയും മുട്ടി കിടന്നിട്ടാണ് ആൾ ഉറങ്ങത്തുള്ളൂ കേട്ടോ. നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ അവനറിയും. അപ്പോൾ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെ കൈ കിടക്കുന്നു, കയ്യിലെ വാച്ച് വാച്ചല്ലേ, പിന്നെന്താ പല്ലിയൊക്കെ മടിയാണോ? ചെണ്ട നീ കയ്യിലെ ചെണ്ട വാച്ചാ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ബുഷ് കയ്യിലിട്ടുണ്ട് നടക്കാണ് കേട്ടോ. വാച്ചാന്നും പറഞ്ഞിട്ട് എനിക്ക് തരത്തില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ നടക്കാണ്. പിന്നെ ഇക്ക അവനെ പല്ല് തേപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ഇക്ക എണീറ്റപ്പോൾ തന്നെ പീസ് ഞാൻ ഓൾറെഡി രാത്രി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എണീറ്റപ്പോൾ തന്നെ അതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി. എനിക്കിനി അത് കറിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചു. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഇടുവാണ്. പിന്നെ മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് ഞാൻ നമ്മുടെ കുപ്പിയിലേക്ക് ആക്കാണ് കേട്ടോ. സാധാരണ ഞാൻ മില്ലിൽ നിന്ന് മേടിക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഇതിപ്പോൾ നമ്മൾ പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ ആ മുളക് പൊടിയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ മീറ്റ് മസാല ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഗ്രീൻ പീസിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ സവാള ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഓൾറെഡി ഞാൻ ഇക്കാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് ആളങ്ങനെ ചെയ്തു വെച്ചേക്കും. ഞാൻ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് റെസ്റ്റിലൊക്കെ ആയതുകൊണ്ട് തന്നെ ആളങ്ങനെ കുറച്ച് സഹായങ്ങളൊക്കെ നമുക്കിപ്പോൾ കിച്ചണിൽ ചെയ്ത് തരുമൊക്കെ ചെയ്യും. കുറച്ചൊന്നല്ല, നമുക്ക് അത്യാവശ്യം തന്നെ നല്ല സഹായങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് 1/2 സ്പൂൺ പഞ്ചസാര നമ്മൾ ഗ്രീൻ പീസ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട്. അപ്പോൾ ആ ഗ്രീൻ പീസ് കറി അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് അധികം മോരുകറിയിലേക്ക് ചേർക്കും. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ ഞാൻ കറികൾക്കൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വീസൽ അടുപ്പിച്ചെടുത്തേച്ചാൽ മതി. അപ്പോഴേക്കും നമുക്കത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കറികളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ
ഇടിയപ്പം ഉണ്ടാക്കലാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തടവി കൊടുത്തിട്ടുണ്ട് പാത്രം ഫുള്ളായിട്ട്. നമുക്ക് ഇടിയപ്പം നന്നായിട്ട് വിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ അങ്ങനെ തടവി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് ഇക്ക വന്നു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു ഇടിയപ്പം ഞാൻ പ്രസ് ചെയ്ത് തരാം, നീ അതിൻ്റെ ഉള്ളിലേക്ക് മാവ് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ, കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം മാവ് വെച്ച് കൊടുത്തു. ആൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രസ് ചെയ്ത് എളുപ്പമായിട്ട്, അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തന്നെ എളുപ്പമായി. അപ്പോൾ മിക്കപ്പോഴും ഇടിയപ്പമൊക്കെ ഇക്ക ഉണ്ടെങ്കിൽ ഇക്ക പ്രസ് ചെയ്ത് തരലാണ്. ഞാൻ കൂടുതൽ ഇക്ക ഉള്ളപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ നമ്മൾക്ക് അവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്വാണ്ടിറ്റി വേണമല്ലോ. നമ്മൾ അംഗങ്ങൾ കൂടുന്നതനുസരിച്ചിട്ട് സാധനം കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ മാവ് ചൂടാറുന്നതനുസരിച്ചിട്ട് കുറച്ച് പ്രയാസമായിട്ട് വരും ഇത് പ്രസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ചില സമയത്തൊക്കെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർക്കാറുണ്ട് കേട്ടോ തേങ്ങയിൽ. ഇന്നിപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്ക് ഇടിയപ്പം വെച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആവി വരട്ടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചാള നന്നാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഡസൻ ഞാൻ എടുത്തിട്ട് വാപ്പാക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലാക്കി കൊടുത്തു. കറിയൊക്കെ ഒഴിച്ചിട്ട് വാപ്പാക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൂടെ TV കാണാണ് ആളവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കണെയാണ്. അപ്പോൾ വാപ്പാക്ക് എന്നാ ചായയൊക്കെ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ആ ഒരു അലൂമിനിയം കുക്കറിൽ നിന്ന് മാറ്റാം കേട്ടോ. കാരണം മോരുകറിയൊക്കെ പുളിയുള്ളത് കൊണ്ട് തന്നെ ഈ അലൂമിനിയം പാത്രങ്ങളിലൊക്കെ സൂക്ഷിക്കേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ ഞാനതൊരു പാനിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കും. എന്നിട്ട് തൈരും കൂടെ അടിച്ചിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതും നന്നായിട്ട് തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യും കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മോരുകറിക്ക് എന്തോരം ഉപ്പിട്ടാലും എന്താ പറയുക, നമുക്ക് ഉപ്പ് കുറവായിട്ടാണ് തോന്നത്തുള്ളൂ. കാരണം നമ്മൾ തൈര് ചേർക്കുന്നുണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് വറവിടാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ ഉലുവ നിർബന്ധമായിട്ടും വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഉലുവ പൊട്ടിച്ചെടുക്കാം. പിന്നെ വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ടും കുറച്ച് ടേസ്റ്റിന് ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കൂടെയും കിട്ടും. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രാവിലെ തന്നെ കറിയും അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ആ ഒരു ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് ഫുള്ളൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറി ഉപയോഗിക്കുന്നതിന് മുന്നേ മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി കേട്ടോ. ഞാൻ എല്ലാ കറികൾക്കും താളിച്ച് ചേർത്തതിന് ശേഷം അങ്ങനെയാണ് ചെയ്യാറ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇക്ക വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പം എല്ലാ പാത്രത്തിലേക്കൊക്കെ വിളമ്പാണ്. അപ്പോൾ ആവശ്യത്തിന് അയാനും സാലിക്കും പിന്നെ കൊച്ചിനിക്ക വാരി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇക്ക ഓൾറെഡി അവന് വാരി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറിയും ഇടിയപ്പമൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വച്ചെടുക്കുകയൊന്നും വേണ്ട, കഴിക്കാനൊക്കെ ആയിട്ട് അവർ നന്നായിട്ട് തന്നെ കഴിച്ചോളും. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും ഇടിയപ്പം എടുത്തിട്ടുണ്ട്. കൊച്ചിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇക്കായി ഇരുന്ന് കഴിക്കണതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചാള അപ്പോഴേക്കും ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ചിനുള്ളത് മോരുകറിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തതാണ് കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉപ്പച്ചിയും പിള്ളേരൊക്കെ കൂടി കനാലിൽ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ 3 പേരും കൂടെയും പോകണം. അതുകൊണ്ട് തന്നെ കാറിലാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ വിറകൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ. തൊണ്ടാണ് കേട്ടോ. തൊണ്ടെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തൊലി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോരുകറി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം മീനും കൂടി അങ്ങ് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ചാള ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്
ഇഷ്ടമാണ് കേട്ടോ. ഇക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള മീൻ എനിക്ക് തോന്നുന്നു ചാളയാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്കും ചാള ഇത്ര ഇഷ്ടപ്പെട്ടത്. എനിക്ക് ചാളേനെയൊക്കെ ഇഷ്ടം മറ്റുള്ള മീനൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ മുതലുള്ള നമ്മുടെ പാത്രങ്ങൾ നമ്മുടെ സിങ്കിൽ കിടക്കുന്നുണ്ട്. ഇതിന് പിന്നെ ഒരു അറുതി ഇല്ലല്ലോ, എന്തോരം കഴിക്കാനും തീരത്തുമില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണതാണ്, കാരണം അതിന് മാത്രം പാത്രം എനിക്ക് കഴുകാനുണ്ടാവും ഒരു ദിവസം. ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലത്തെയും അതുപോലെ തന്നെ ഉച്ചത്തെയും പാത്രമാണ് കേട്ടോ. ഉച്ചത്തെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല, അതിന് മുന്നേ വരെയുള്ള പാത്രങ്ങളാണിത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലോണം പാത്രം കഴുകാനുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പാത്രം കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഏതായാലും ഞാൻ തന്നെ കഴുകണമല്ലോ, നമ്മൾ കഴുകാതെ അവിടെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനത് കഴുകി വെക്കാണ്. അവർ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ കുളിക്കാൻ പോകുമ്പോൾ അലക്കാനുള്ള തുണിയും കൊണ്ടൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ അത് കാരണം അതെനിക്ക് എളുപ്പമാണ്. പിന്നെ വരുമ്പോൾ എനിക്ക് വിരിച്ചിട്ട് വെച്ചാൽ മാത്രം മതി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീൻ വറുത്ത് ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അതേ നമ്മുടെ കുക്കറുണ്ടല്ലോ, നമ്മൾ രാവിലെ വെള്ളം തിളപ്പിച്ച് വെച്ച കുക്കർ, ഇതേ അതിൽ നിന്ന് ശരിക്കും കരിക്കട്ട കാണിക്കാറുണ്ട് നമ്മുടെ കുക്കർ ഇരുന്നത്. ഇപ്പം ഇത്രയൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ആ പാട് പോകുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ബാക്കി കരിയും സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി കറിയൊന്നും ഉണ്ടാക്കണതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ പുതിയ എന്താ പറയുക കുക്കറിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുക്കറായിരുന്നു കേട്ടോ സത്യത്തിൽ അത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വന്നത് വന്നു, ഇനിയിപ്പോൾ വന്നതുപോലെ നമ്മൾ അനുഭവിക്കാമെന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനത് കഴുകി എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ജലാറ്റിനൊക്കെ ഞാൻ ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ 2 ഫ്ലേവറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, ഒന്ന് പിസ്തയുടെയും പിന്നെ അതുപോലെ തന്നെ ഒന്ന് റോസ് മിൽക്കിൻ്റെയും ഫ്ലേവർ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇഫ്താറൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഫ്താർ ഡ്രിങ്കായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ കുറച്ച് കസ്റ്റേർഡ് പൗഡർ ഞാൻ പാലിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡറാണ് ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് പാലിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു 3 ഗ്ലാസ് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 ഗ്ലാസ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ജലാറ്റിൻ മെൽറ്റ് ചെയ്ത സമയത്തും 1/4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. അത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കസ്റ്റേർഡ് മിക്സ് ഒഴിച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ എന്താ പറയുക, അടി പിടിക്കുകയൊക്കെ ചെയ്യും, അതുപോലെ കട്ട കെട്ടി പോവുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു 1/4 ഗ്ലാസോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ചെറിയ തിക്നെസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓവർ തിക്നെസ് ഇല്ല, നമ്മളിത് കുടിക്കുന്ന ഭാഗത്തിനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ നോക്കേണ്ടത്. കുറച്ച് കസ്കസ് കുതിർത്തി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് നട്ട്സൊക്കെ എടുക്കാം. ഞാനിതിവിടെ തണുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. നട്ട്സ് ഞാൻ ഇവിടെ ചേർക്കണത് ബദാമും അതുപോലെ തന്നെ കാഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ബദാം വേണമെങ്കിൽ നിങ്ങൾ പാല് തിളപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് ഞാൻ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെല്ലി ഉണ്ടല്ലോ, 2 ഫ്ലേവറിൽ, അതും കൂടെയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം കഴിക്കണില്ല കേട്ടോ. നമ്മൾ ഇന്ന് വീട്ടിൽ പോവാണ്, എൻ്റെ വീട് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഏകദേശം ഒരു 5-8 മാസത്തോളമായി വീട്ടിൽ പോയിട്ട്. അപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതേ പിള്ളേരൊക്കെ റെഡിയായി പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ള സമയം സത്യത്തിൽ കിട്ടിയില്ല. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് നമുക്ക് രാത്രി വരുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, പിള്ളേരൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നതാണ്, ഞാനും റെഡിയായി. അതിനിപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ, വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ അതൊന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ മോരുകറിയും ചാള വറുത്തൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ വാപ്പാക്കുള്ള ചോറും ഞങ്ങൾ റെഡിയാക്കിയിട്ട് കടയിൽ പോയി വാപ്പാക്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ അതേ 3 പേരും നല്ല ഉറക്കത്തിലാണ്. ഇവർ 3 പേരും വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉറങ്ങും കേട്ടോ. ഇതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. 3 പേരും നല്ല ഉറക്കത്തിലാണ്. പിന്നെ സാരിയുടെ കയ്യിലാണ് കൊച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആൾ മുറുക്കി പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലേണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉമ്മച്ചി അടുത്ത കച്ചവടം നമുക്ക് തന്നു കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് വാട്ടർ സപ്ലൈയിലൊന്ന് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുമ്പാവൂരാണ് വാട്ടർ സപ്ലൈ. അപ്പോൾ നമ്മളവിടെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ വീട്ടിൽ കണക്ഷൻ എടുത്തിട്ട് കുറച്ചായി, ഇതുവരെ ബില്ലോ അതിൻ്റെ കാര്യങ്ങളൊന്നും ചെന്നിട്ടില്ല. അപ്പോൾ അത് എന്താ അങ്ങനെ വരാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓഫീസിൽ ചെന്നത്. അവിടെ വീട്ടിൽ വന്ന ആളോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ നമുക്ക് അതിൻ്റെ റിപ്പോർട്ടൊന്നും തന്നിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ നേരിട്ട് ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറേ ആൾക്കാരുടെ അങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്, റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ അത് വീട്ടിൽ വരുന്ന ആൾക്കാരാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും ഇവരുടെ ഓഫീസിലും ചെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്ന് നമ്പറൊക്കെ കൊടുത്തു. ഉമ്മച്ചിയുടെ നമ്പറൊന്നും അല്ലായിരുന്നു, വേറെ ആരെങ്കിലും നമ്പറൊക്കെ ആയിരുന്നു സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്പറൊക്കെ കൊടുത്തിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്, കൊച്ചാപ്പാടെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. എളിയമാർക്ക് ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എളിയമാനെ കാണാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ അകത്തെ വിശേഷങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് മൂത്തുമ്മയുടെ വീട്ടിലേക്ക് പോയി. മൂത്തുമ്മ ഉംറയ്ക്കൊക്കെ പോയിട്ട് വന്നേക്കണേയായിരുന്നു. അപ്പോൾ മൂത്തുമ്മാനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകണത്. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ പിള്ളേരുണ്ട്, എൻ്റെ പിള്ളേരുണ്ട്, ഉമ്മച്ചിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അപ്പം തന്നെ അവിടെ നിന്ന് പിന്നെയും നമ്മൾ വല്യമാനെ ഒന്ന് കാണാനായിട്ട് പോയി. ഞാൻ കുറേ നാളായില്ല വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ വല്യമാനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വല്യമാനെയും പോയി കണ്ടു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും, ഇവരുടെ വീടുകളിലെ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. വല്യമാനെയും കണ്ട് ഞങ്ങൾ സന്ധ്യയായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഒരു ചൂരലിൻ്റെ കസേര ഉണ്ട് കേട്ടോ, ഊഞ്ഞാൽ. കുറച്ച് നേരം അതിലൊക്കെ ഇരുന്ന് പിള്ളേരാടും. എനിക്ക് ആടാൻ പറ്റത്തില്ല, എനിക്ക് അപ്പോഴത്തേക്കും തല ഇറങ്ങും കേട്ടോ. പിന്നെ ഞാൻ പോയി ഉമ്മച്ചിയുടെ ചെടികളൊക്കെ നട്ടേക്കണൊക്കെ കുറച്ചൊക്കെ നോക്കി. ഓരോ പ്രാവശ്യം വരുമ്പോഴും സ്ഥലം മാറി നടക്കുവാണ്. ഈ തവണ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന ചെടികളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാം സൈഡിൽ കൂടെയും അതുപോലെ തന്നെ മുകളിൽ കൂടെയൊക്കെ വച്ചേക്കണയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ എനിക്ക് KFC കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇതുവരെ KFC കഴിച്ചിട്ടില്ല. ചിക്കിങ്ങൊക്കെ കഴിച്ചിട്ടുണ്ട്, നമ്മൾ വേറെ അടിവാടുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും KFCയിൽ കയറിയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ വീഡിയോയിൽ ഇങ്ങനെ KFC കഴിക്കാനായിട്ട് ഭയങ്കര കൊതിച്ചിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രക്ക് അടിപൊളി സംഭവമാണോ KFCയിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ KFCയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പെരുമ്പാവൂർ KFC ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് കാലടിക്ക് പോണ റൂട്ടിലായിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ റൂട്ട് മാപ്പൊക്കെ ഇട്ട് അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നു നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ പോയി ഓർഡർ ചെയ്തു. അപ്പോൾ അതിന് മുന്നേ KFC കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും പിള്ളേരും കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റിയെന്ന് തോന്നിയില്ല കേട്ടോ. കാരണം എല്ലാവരും പിള്ളേരൊക്കെ അത്യാവശ്യം ചിക്കൻ ആയതുകൊണ്ട് കഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓരോ പീസൊക്കെ കിട്ടിയതുള്ളൂ. പിന്നെ വേറെ എന്തോ ഒരു ഐറ്റം കൂടെയും ഓർഡർ ചെയ്തു കേട്ടോ. അതിൻ്റെ പേരും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ നല്ല ആ ഒരു മൊരിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ചിക്കനിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മൊരിയൊന്നും അങ്ങനെ കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമല്ല. പക്ഷേ KFCയുടെ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ആ ഒരു സ്പെഷ്യൽ സോസും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചു കേട്ടോ. പിന്നെ വേറെ എന്തോ ചീസൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂടായിരുന്നു, നമുക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്കിങ്ങ് നുള്ളിയെടുത്ത് കഴിക്കാനായിട്ട് അത്രയ്ക്ക് ചൂടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് കഴിക്കാൻ പറ്റിയത്. പിന്നെ കൊച്ചൊക്കെ ഈ വക ഐറ്റംസൊക്കെ ആയതുകൊണ്ട് തന്നെ എൻ്റെ പിള്ളേരുടെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞൊന്നും കൊടുക്കണ്ട. എൻ്റെ പിള്ളേരെന്നല്ല, പൊതുവെ എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചോറും അപ്പം പുട്ട് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. ഇതുപോലുള്ള ഐറ്റംസൊന്നും കഴിക്കാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും പിള്ളേർക്ക് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊന്നും സ്ഥിരമായിട്ടൊന്നും നമ്മളങ്ങനെ മേടിക്കാറൊന്നുമില്ല കേട്ടോ. KFC ഒക്കെ കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-9 മാസത്തോളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങളിതൊക്കെ വാങ്ങി കഴിച്ചിട്ട്. കുറച്ചായി ഈ ബ്രോസ്റ്റഡ് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. വേറെ എന്തോ സംഭവം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തോ ചീസൊക്കെ ഉണ്ട്, പിന്നെ ഫ്രൈഡ് ചിക്കൻ തന്നെ അതിനകത്ത് കുറച്ച് ക്യാപ്സിക്കവും തക്കാളിയും അങ്ങനെ എന്തൊക്കെ സംഭവമൊക്കെ ഇട്ടിട്ട്. പക്ഷേ എനിക്ക് അത്ര എന്താ പറയുക മറ്റേതിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് പോരാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ വീട്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും വയറ് നിറഞ്ഞില്ല കേട്ടോ.
കാരണം ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയാണ് എല്ലാവർക്കും കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഹെവി ആയിട്ട് മേടിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള വയറൊക്കെ ഇല്ല. അപ്പോൾ വിചാരിച്ചു വന്നാൽ നമ്മുടെ നെല്ലിക്കുഴി ഒടക്കാലി ഭാഗത്താന്ന് തോന്നുന്നു ഈ കട, കരിക്കെന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ടൊന്ന് 2 ഷേക്ക് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കരിക്കിന് 2 ഷേക്കൊക്കെ മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു, ബൈ.